ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ 18-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അഡീക്വേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ പ്രോഗ്രസ്സുകളൊന്നും ഉണ്ടാക്കുവാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല എന്ന് നമ്മൾ കാണാം. ഇന്ത്യയിൽ എക്സ്ട്രീം കോൺട്രാസ്റ്റ് ഉള്ളൊരു പ്രദേശമായിട്ട് നമ്മളിതിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ വിലയിരുത്തുവാനായിട്ട് പറ്റും. കാരണം ഒരു വശത്ത് എക്സ്ട്രീം പോവേർട്ടിയും മറ്റൊരു വശത്ത് എക്സ്ട്രീം ലക്ഷറിയുമായിരുന്നു ഇവിടെ അന്നുണ്ടായിരുന്നത്. സാധാരണ ജനങ്ങൾ പട്ടിണി, ബാക്ക്വേർഡ്നെസ്, ഒപ്രസ്ഡായിട്ട് ജീവിക്കുന്ന സമയം റിച്ചും പവർഫുള്ളുമായിട്ടുണ്ടായിരുന്നവർ ലക്ഷറിയിലും ലാവിഷ്നെസ്സിലുമായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. അങ്ങനെയാണെങ്കിലും ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ ആരംഭിച്ചതിന് ശേഷമുള്ള 100 വർഷങ്ങളെക്കാളും താരതമ്യേന ബെറ്റർ ലൈഫായിരുന്നു അന്ന് അവർ ജീവിച്ചു പോന്നിരുന്നത്. അന്നത്തെ കാർഷിക മേഖലയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി കാർഷിക മേഖല പിന്നോട്ടായിരുന്നുവെങ്കിലും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഹാർഡ് വർക്കിംഗ് ആയിട്ടുണ്ടായിരുന്ന കർഷകർ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ കർഷകർക്ക് വേണ്ടിയിരുന്ന അഡീക്വേറ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ അവർക്ക് എൻഷുർ ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നില്ല. സ്റ്റേറ്റിനും സമീന്ദാസിനും ജഗീന്ദാസും റവന്യൂ ഫോമേഴ്സും തുടങ്ങിയ ആളുകളുടെ എല്ലാ അടുത്തു നിന്നും ഇവർ വലിയ രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ നേരിടേണ്ടതായിട്ട് വന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ വരുന്നതോടുകൂടി സാഹചര്യങ്ങൾ കൂടുതൽ മോശമാകുകയും ചെയ്തു. പിന്നീട് നമ്മൾ ഇവരുടെ ട്രേഡും ഇൻഡസ്ട്രീസും നോക്കുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനും ഹാൻഡിക്രാഫ്റ്റിലും എല്ലാം തന്നെ ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നു. വലിയ രീതിയിലുള്ള ഫോറിൻ ഗുഡ്സുകളൊന്നും തന്നെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം നമ്മുടെ രാജ്യത്തില്ലായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സുകൾക്കൊക്കെ തന്നെ ഫോറിൻ മാർക്കറ്റിൽ വലിയ ഡിമാൻഡുമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടിനേക്കാളും കൂടുതലായിരുന്നു. പിന്നെ ട്രേഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തത് പ്രീഷ്യസ് മെറ്റൽ ആയിട്ടുണ്ടായിരുന്ന സിൽവർ, ഗോൾഡൊക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് സിങ്ക് ഓഫ് പ്രീഷ്യസ് മെറ്റൽസ് എന്നാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പേർഷ്യൻ ഗൾഫ് റീജിയനിൽ നിന്നും പേൾസ്, റോ സിൽക്ക്, വൂള്, ഡേറ്റ്സ്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, റോസ് വാട്ടർ തുടങ്ങിയവയും, അറേബ്യയിൽ നിന്ന് കോഫി, ഗോൾഡ്, ഡ്രഗ്സ്, ഹണി തുടങ്ങിയവയും, ചൈനയിൽ നിന്ന് ടീ, ഷുഗർ, പോസ്ലൈൻ, സിൽക്കും, ടിബറ്റിൽ നിന്ന് ഗോൾഡ്, മസ്ക്, വൂളൻ ക്ലോത്തും, ആഫ്രിക്കയിൽ നിന്ന് ഐവറിയും ഡ്രഗ്സും, പിന്നെ യൂറോപ്പിൽ നിന്ന് വൂളൻ ക്ലോത്തും, കോപ്പറും, അയണും, ലെഡും, പേപ്പറും ഒക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പുറത്തു നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തവ നോക്കുകയാണെങ്കിൽ കോട്ടൺ ടെക്സ്റ്റൈൽസ്, റോ സിൽക്ക്, സിൽക്ക് ഫാബ്രിക്സ്, ഹാർഡ്വെയർ, ഇൻഡിഗോ, സാൾപീറ്റർ, ഒപ്പിയം, റൈസ്, വീറ്റ്, ഷുഗർ, പെപ്പർ കൂടാതെ മറ്റ് സ്പൈസസും പ്രീഷ്യസ് സ്റ്റോൺസും ഡ്രഗ്സും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. ഇനി ഇന്ത്യയിലെ അന്നത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ പ്രധാന കേന്ദ്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം ധാക്ക, മുർഷിദാബാദ്, പറ്റ്ന, സൂറത്ത്, അഹമ്മദാബാദ്, ബ്രോച്ച്, ചന്ദേരി, വാരണാസി, ലക്നൗ അങ്ങനെ കുറേയധികം കേന്ദ്രങ്ങൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. ഇനി ഇന്ത്യയിലെ പ്രധാന ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര, ആന്ധ്ര റീജിയൻ, ബംഗാളൊക്കെ ആയിരുന്നു ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ പ്രധാന ലീഡേഴ്സ് എന്ന് പറയുന്നത്. കൂടാതെ കേരള തീരത്തിലുണ്ടായിരുന്ന കാലിക്കറ്റും കിലോണിനെയും നമുക്ക് പറയാം. അന്നത്തെ കാലത്ത് പല യൂറോപ്യൻ കമ്പനികളും ഇവിടെ വന്ന് ഇന്ത്യൻ മെയ്ഡ് ഷിപ്പ് മേടിച്ചുകൊണ്ട് പോവുകയും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. ഈ സമയത്ത് 2 പ്രധാനപ്പെട്ട നാവികന്മാരാണ് കുഞ്ഞാലി മരക്കാരും ശിവാജി ബോൺസ്ലെയും. ശിവാജി ബോൺസ്ലെ പോർച്ചുഗീസുകാർക്കെതിരെ നല്ല രീതിയിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാരുടെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അന്നത്തെ കാലത്തെ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 18-ാം നൂറ്റാണ്ടിലെ എഡ്യൂക്കേഷൻ അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒന്നായിരുന്നു. വെസ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഒന്നും എഡ്യൂക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ലിറ്ററേച്ചർ, ലോ, റിലീജിയൻ, ഫിലോസഫി, ലോജിക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമായിരുന്നു. ഈ സമയം ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ സയൻസ്, ടെക്നോളജി, ജോഗ്രഫി തുടങ്ങിയവയൊന്നും അന്നിവിടെ പഠിപ്പിച്ചിരുന്നില്ല. കാരണം ഇവർ കൂടുതലും ആശ്രയിച്ചിരുന്നത് ഏൻഷ്യൻ്റ് ലേണിങ്ങിനായിരുന്നു. ഒറിജിനൽ തോട്ട്സ് വരെ അവർ ഡിസ്കറേജ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഹിന്ദുസും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഇടയിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ നൽകിയിരുന്നു. ഹിന്ദുസ് എന്ന എഡ്യൂക്കേഷൻ നൽകിയിരുന്ന സ്ഥാപനങ്ങളാണ് പാഠശാല എന്ന് പറയുന്നത്. മുസ്ലിംസിൻ്റെ ആണെങ്കിൽ മക്തബ്സ് എന്നും ആയിരുന്നു അന്നവർ വിളിച്ചിരുന്നത്. ഇവിടെ ആകെ പഠിപ്പിച്ചിരുന്നത് റീഡിങ്, റൈറ്റിങ്, അരിത്മെറ്റിക് മാത്രമായിരുന്നു. താഴ്ന്ന ജാതിയിൽ നിന്നുള്ള കുട്ടികൾക്ക് ചിലപ്പോഴൊക്കെ വിദ്യാഭ്യാസം നേടിയിരുന്നുവെങ്കിലും പെൺകുട്ടികളുടെ സാന്നിധ്യം തീർത്തും കുറവായിരുന്നു. അന്ന് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ബീഹാർ, ബംഗാളിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ വിളിച്ചിരുന്ന പേരാണ് ചതുസ്പതീസ് അല്ലെങ്കിൽ ടോൾസ് എന്ന്. അന്ന് സംസ്കൃത എഡ്യൂക്കേഷന് വേണ്ടി പേര് കേട്ട ചില സ്ഥലങ്ങളായിരുന്നു കാശി, ഇന്നത്തെ വാരണാസി, മിഥില,
നദിയ, ഉത്കല തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ. പേർഷ്യൻ ആൻഡ് അറബിക് ആയിട്ട് പഠിപ്പിച്ചിരുന്ന സ്ഥലങ്ങളല്ല, ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പേർഷ്യനും അറബിക്കും പഠിപ്പിച്ചിരുന്ന സ്ഥാപനങ്ങൾ വിളിച്ചിരുന്ന പേരായിരുന്നു മദ്രാസസ് എന്നുള്ളത്. അന്ന് പേർഷ്യൻ എന്ന് പറയുന്നത് കോഡ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ ഹിന്ദുസും മുസ്ലിംസും പേർഷ്യൻ പഠിക്കാറുണ്ടായിരുന്നു. പറ്റ്നയിലെ അസിംബാദ് ആയിരുന്നു പേർഷ്യൻ എഡ്യൂക്കേഷൻ പഠിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. കൂടാതെ ഖുറാനിലും മുസ്ലിം തിയോളജിയിലുമൊക്കെ താല്പര്യം ഉണ്ടായിരുന്നവർ അറബിക് എഡ്യൂക്കേഷൻ നേടുന്നുണ്ടായിരുന്നു. ഇനി അന്നത്തെ സൊസൈറ്റിയുടെ സോഷ്യൽ സെറ്റപ്പ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് വളരെയേറെ ട്രഡീഷണൽ ഔട്ട്ലുക്കും സ്റ്റാഗ്നേഷനും ഉള്ള ഒന്നായിരുന്നു. ഒരു സെർട്ടൺ ഡിഗ്രി ഓഫ് ബ്രോഡ് കൾച്ചറൽ യൂണിറ്റി ഒക്കെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആളുകളുടെ ഇടയിൽ കാസ്റ്റ്, റിലീജിയൻ, റീജിയൻ, ട്രൈബ്, ലാംഗ്വേജ് തുടങ്ങിയ ഒരുപാട് വേർതിരിവുകളുണ്ടായിരുന്നു. ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത് പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഹിന്ദുസ് സോഷ്യൽ ലൈഫിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ കാസ്റ്റ് സിസ്റ്റമായിരുന്നു. അന്ന് നിലനിന്നിരുന്ന 4 കാസ്റ്റുകളെ കൂടാതെ പിന്നെയും ഹിന്ദുസിൻ്റെ സബ് കാസ്റ്റുകളിൽ ജാതിയായിട്ട് വേർതിരികുകയുണ്ടായി. ഈ ജാതിയൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് സോഷ്യൽ സ്കെയിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഇൻ്റർ കാസ്റ്റ് മാരേജുകളും ഇൻ്റർ ഡ്രൈനിങ്ങും ഒക്കെ ഫോർബിഡനുമായിരുന്നു. അന്ന് പലരും പ്രൊഫഷൻ തീരുമാനിച്ചിരുന്നത് പോലും ജാതി വെച്ചിട്ടായിരുന്നു. അന്ന് കാസ്റ്റ് കൗൺസിൽ പഞ്ചായത്തുകളായിരുന്നു കാസ്റ്റ് നോംസും റെഗുലേഷൻസും ഒക്കെ എൻഫോഴ്സ് ചെയ്തിരുന്നത്. അന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ സോഷ്യൽ ഇക്വാലിറ്റിയൊക്കെ എൻജോയ് ചെയ്തിരുന്നുവെങ്കിലും അവരുടെ ഇടയിലും കാസ്റ്റ്, റേസ്, ട്രൈബ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് നമുക്ക് കാണാം. സുന്നി, ഷിയ, അഫ്ഗാൻ, തുരാനി, ഹിന്ദുസ്ഥാനി എന്നിങ്ങനെ പല വേർതിരിവുകൾ ഇവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഇത് കൂടാതെ ഉണ്ടായിരുന്ന ഒന്നാണ് ഷറീഫ് മുസ്ലിംസും അജ്ലഫ് മുസ്ലിംസും. ഷെറീഫ് മുസ്ലിംസ് എന്ന് പറഞ്ഞു കഴിയുന്നത് നോബൽസും സ്കോളേഴ്സും പ്രീസ്റ്റിനെയും ഒക്കെയാണ്. അജ്ലഫ് മുസ്ലിംസ് എന്നാൽ ആർമി ഓഫീസേഴ്സ് ആയിരുന്നു. ഇവർ ലോവർ കാസ്റ്റിൽ പെടുന്ന വ്യക്തികളായിരുന്നു. ഇനി അന്നത്തെ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് നൽകിയിരുന്ന സ്ഥാനം എന്തായിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ഇന്ത്യയിലൊരു പാട്രിയാർക്കൽ സിസ്റ്റമായിരുന്നു നിലനിന്ന് പോന്നിരുന്നത്. ഇതിനൊരു എക്സെപ്ഷൻ ഉള്ളത് കേരളം പോലുള്ള ചില പ്ലേസുകളിൽ മാത്രമായിരുന്നു. ആ സമയത്ത് സ്ത്രീകളെല്ലാം തന്നെ അവരുടെ ഇൻഡിവിജ്വാലിറ്റി വളരെ കുറച്ച് മാത്രമേ പൊസസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പർ കാസ്റ്റിലുള്ള സ്ത്രീകൾ വീട്ടിലിരിക്കുകയും ലോവർ കാസ്റ്റിലുള്ള സ്ത്രീകൾ പറമ്പുകളിലും മറ്റും പണിക്ക് പോവുകയും ഒക്കെയായിരുന്നു ചെയ്തിരുന്നത്. വളരെ ഔട്ട്ഡേറ്റഡ് ആയതും ചൂഷണം ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് സോഷ്യൽ കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെ അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് പർദ സിസ്റ്റം, സതി, ചൈൽഡ് മാരേജ്, പൊളിഗമി തുടങ്ങിയവയൊക്കെ. ഇവയൊക്കെ വുമൻ്റെ പ്രോഗ്രസ്സിന് ഹിൻഡർ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. കൂടാതെ ബംഗാൾ, രാജ്പുത്ത് ഇവിടെയൊക്കെ സ്ത്രീധന സമ്പ്രദായം വളരെ കൂടുതലായിരുന്നു. പിന്നീട് വിഡോസിൻ്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. രാജാ ജയ്സിംഗ് ഓഫ് ആംബറും അതുകൂടാതെ തന്നെ മറാത്ത ജനറലായിരുന്ന പരശുറാം ബാവു ഒക്കെ ഒരു പരിധി വരെ വിഡോ മാരേജിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിലും അവർ ഫെയിലായി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീടുള്ളതാണ് സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം. 17ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടിയാണ് ഇന്ത്യയിലുണ്ടായിരുന്ന വൈഡ് സ്പ്രെഡ് പ്രിവലൻസ് ഓഫ് സ്ലേവറിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പട്ടിണി, എക്കണോമിക് ഡിസ്ട്രസ്, നാച്ചുറൽ കലാമിറ്റി, എക്സ്ട്രീം പോവേർട്ടി ഇതെല്ലാം കാരണം അവരുടെ മക്കളെ വിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഹയർ കാസ്റ്റ് ആയിരുന്ന രാജ്പുത്ത്, കാത്രീത്സ്, കയാത്താസ് ഇവരെല്ലാം ഡൊമസ്റ്റിക് വർക്കിന് വേണ്ടി സ്ത്രീകളെ മേടിക്കുകയും ചെയ്തു. ഇന്ത്യയിലുണ്ടായിരുന്ന സ്ലേവുകളുടെ ജീവിതം എന്ന് പറയുന്നത് യൂറോപ്പിലുണ്ടായിരുന്ന സ്ലേവ്സിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരുന്നു. ഇന്ത്യയിൽ സ്ലേവ്സ് എന്നത് ഹെറിഡിറ്ററി ആയിട്ട് സെർവൻസ് ആയിട്ട് നിൽക്കാനുള്ളതായിരുന്നു എന്ന കൺസെപ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്ലേവ്സിൻ്റെ ഇടയിൽ വിവാഹം നടക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ ഫ്രീ സിറ്റിസൺസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. യൂറോപ്യൻസിൻ്റെ കടന്നു വരവോടുകൂടി തന്നെ സ്ലേവറി ട്രേഡും സ്ലേവറിയുടെ വർധന ഉണ്ടാവുകയും യൂറോപ്യൻ കമ്പനികൾ ബംഗാൾ, അസം, ബീഹാർ തുടങ്ങിയവയിൽ നിന്നൊക്കെ സ്ലേവ്സിനെ പർച്ചേസ് ചെയ്യുകയും യൂറോപ്യൻ, അമേരിക്കൻ മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അബീസിനിയൻ സ്ലേവുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും സൂറത്ത്, മദ്രാസ്, കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ട്രേഡ് ചെയ്യുകയും ചെയ്തു. ഇനി 18ാം നൂറ്റാണ്ടിലെ ഡെവലപ്മെൻറ്റ് ഇൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് കൾച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പീരിയൽ മുഗൾസിൻ്റെ ഡിക്ലൈന് ശേഷം ടാലൻ്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തികൾ പുതുതായിട്ട് നിലവിൽ വന്ന സ്റ്റേറ്റുകളുടെ കോർട്ടായിട്ടുണ്ടായിരുന്ന ഹൈദരാബാദ്, ലക്നൗ, ജയ്പൂർ, മുർഷിദാബാദ്, പറ്റ്ന, കാശ്മീർ എന്നിവിടങ്ങളിലേക്ക് അഭയം തേടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ലക്നൌവിൽ 1884 ആസാഫുദ്ദൗള ബാര ഇംബാര പണി കഴിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 18ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയതോടുകൂടി സായ് ജയ്സിംഗ് പിങ്ക് സിറ്റി ആയിട്ടുള്ള ജയ്പൂർ സ്ഥാപിക്കുകയും കൂടാതെ 5 ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററീസ് ആയിട്ടുണ്ടായിരുന്ന
ഡൽഹി, ജയ്പൂർ, ബനാറസ്, മഥുര, ഉജ്ജയിൻ എന്നിവിടങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ ആസ്ട്രോണമി ജനങ്ങൾക്ക് പഠിക്കാൻ സഹായിക്കുന്നതിനായിട്ട് ജിജി മുഹമ്മദ് ഷാരി എന്നൊരു സെറ്റ് ഓഫ് ടൈം ടേബിൾസും ഇദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. ഇനി സൗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പത്മനാഭപുരം പാലസൊക്കെ ആർക്കിടെക്ചറും മൂറൽ പെയിൻറ്റിങ്സിനൊക്കെ ഫേമസ് ആണ്. ഈ സമയം ഒരുപാട് ന്യൂ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങുകളൊക്കെ രൂപമെടുത്തിട്ടുണ്ടായിരുന്നു. രാജ്പുത്താന, കങ്കര തുടങ്ങിയവയൊക്കെ 18-ാം നൂറ്റാണ്ടിൽ ലിറ്ററേച്ചർ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ടാവുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഉറുദു ലാംഗ്വേജിൽ ഉറുദു പോയറ്റുകളായിട്ടുണ്ടായിരുന്ന മിർ സൗദ, നസീർ, മിർ ഖലീബൊക്കെ തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. ഇനി സൗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മലയാളം ലിറ്ററേച്ചറും ട്രാവൻകൂർ റൂളേഴ്സിന് കീഴിൽ ഫ്ലറിഷ് ചെയ്തൊരു ടൈം പീരീഡ് കൂടിയായിരുന്നു ഇത്. കേരളത്തിലെ കുഞ്ചൻ നമ്പ്യാരൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ സിത്താർ പോയട്രിയാണ്. തായു മന്നവറായിരുന്നു സിത്താർ പോയട്രിയുടെ ബെസ്റ്റ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ ഇദ്ദേഹം അന്ന് നിലനിന്നിരുന്ന കാസ്റ്റ് സിസ്റ്റത്തെയും ടെമ്പിൾ റൂളിനെയൊക്കെ വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും വിമർശിക്കുകയുമൊക്കെ ഈ പോയട്രിയിലൂടെ ഇദ്ദേഹം ചെയ്തു. ഇതുകൂടാതെ പഞ്ചാബി ലിറ്ററേച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ വാരിസ് ഷാ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന റൊമാൻറ്റിക് ലിറ്ററേച്ചർ ആയിട്ടുണ്ടായിരുന്ന ഹീർ റെൻഷയും പിന്നീട് സിദ്ധി ലാംഗ്വേജിൽ ഷാ അബ്ദുൾ ലത്തീഫ് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന റിസാലോയുമൊക്കെയാണ് നമ്മുടെ ലിറ്ററേച്ചറിൽ നമുക്ക് എടുത്തു പറയാൻ വേണ്ടി ഉള്ളത് 18-ാം നൂറ്റാണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്കാകെ പഠിക്കുവാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് എനിക്കറിയാം ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്നിപ്പോൾ എടുത്തത്. എങ്കിലും നിങ്ങളാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളിതിന് പിന്നിൽ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. ബേസിക്കലി ഒരു ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ എൻഡ് ഇച്ചിരി ഡ്രൈ ആണെന്ന് എനിക്കറിയാം. ഓക്കെ അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.